ഗൈസ്, അപ്പം ഞങ്ങളും പോയിട്ട് ഞങ്ങളെ നാട്ടിൽ വന്ന ഫെസ്റ്റിന് പോയതിൻ്റെ കുഞ്ഞ് ബ്ലോഗാണ് കേട്ടത്. അങ്ങനെ ഞാനും ഉപ്പയും ഉമ്മയും ഷയാനും ഫെസ്റ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടാ. ഭയങ്കര ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറേ ദൂരം വണ്ടി വെച്ച് അവിടെ നിന്ന് നടന്ന് തിരിച്ച് വരിക ചെയ്തത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഫെസ്റ്റിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. എൻട്രി ഫ്രീ ആയിട്ട് 60 രൂപയാണ് ഉണ്ടായത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഇതിലോട്ടാണ് കയറിയത് കേട്ടോ. കുറച്ച് പക്ഷികളും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള കോഴികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകം എടുത്ത് പറയേണ്ട ഇതൊരു ഗവൺമെൻറ് സ്കൂളിൻ്റെ ഒരു പ്രോഗ്രാമായിരുന്നു ഈ ഒരു ഫെസ്റ്റ്. അവിടുത്തെ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഫെസ്റ്റാണ് ഉണ്ടായത് കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 60 രൂപക്ക് വർത്തായിട്ട് തോന്നി. ഒരു ഓക്കെ ആയിരുന്നു. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ മക്കൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതൊക്കെ കാണുമ്പോൾ. പിന്നെ നല്ല കുറേ തരം ഇതൊക്കെ ഭയങ്കര കൗതുകമായിരുന്നു കേട്ടോ കുട്ടികൾക്ക്. പ്രത്യേകിച്ച് ഈ ഒരു പൂച്ചനെ ഭയങ്കരമായിട്ട് എനിക്കിഷ്ടമായി കേട്ടോ. ഭയങ്കര ക്യൂട്ടല്ലേ അല്ലേ? ഒന്ന് നോക്കിയാൽ തൊടുമ്പോൾ അതിൻ്റെ മുഖമൊക്കെ ആക്കുന്ന. അപ്പോൾ ഇതിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ അധികം നേരം അവിടെ നിന്നിട്ടില്ല കേട്ടോ. ഭയങ്കര സ്മെല്ലായിരുന്നു. അടുത്തത് നമ്മൾ കയറിയത് ഈ അക്വേറിയം സെക്ഷനിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതും ഈ പറയുന്ന പോലെ കുട്ടികൾക്ക് ഭയങ്കര കൗതുകമായിരുന്നു കാണാനും, വലിയവർക്കായാലും കാണാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചമ്മ കുറേ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ ബ്ലൂ കളറിലുള്ള മീനാ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു കൊടുക്കുക, അത് ലൈറ്റാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാലും ആളെ സംശയങ്ങൾ തുടർന്നു കൊണ്ടേ ഇരിക്കുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ചമ്മുന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഷാനുവിന് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും അറിയാത്തതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, എന്നാലും ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്ന് ഷാനുവിൻ്റെ നടത്തം നോക്കിയ അടുത്ത് നമ്മൾ പോയത് റൈഡിൻ്റെ അങ്ങോട്ടാണ് കേട്ടോ. റൈഡും കാര്യങ്ങളൊക്കെ ഉള്ളിടത്തേക്ക്. അപ്പോൾ അടുത്തേക്ക് പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നടക്കുമെന്ന് പറഞ്ഞിട്ട് നടക്കുന്നതാണ് ഷാനു. അപ്പോൾ അവിടെ ചെറിയൊരു ഫ്ലവർ ഷോ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഫ്ലവർ ഷോ ആയിട്ടൊന്നും കണ്ടിട്ടില്ല, കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നല്ല തിരക്കെന്ന് വെച്ചാൽ ഇന്ന് സെലിൻ കൊടത്തൂരായിരുന്നു ഇന്നത്തെ ഷോയിൽ വന്നത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു റൈഡിൽ ഈ ഒരു കാറിൽ രണ്ടാളും കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ കയറ്റിയപ്പോൾ ഷാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ വണ്ടിയിലൊക്കെ ഇങ്ങനെ റൈഡിൽ കയറുന്നത്. ഷാന് ഭയങ്കര കരച്ചിലായിരുന്നു ഗൈസ്. ഭയങ്കരമായിട്ട് പേടിച്ചു. നല്ല സ്പീഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലോണം കരഞ്ഞു പാവം. അതുകൊണ്ട് നമ്മൾ ഷാനുവിനെ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് ഇറക്കി ചമ്മു മാത്രം കളിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് സെലിൻ കൊടത്തൂരിൻ്റെ പാട്ടൊക്കെ കേട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടാണ്.